മന്ത്രി വി ശിവൻകുട്ടിയെ ന്യായീകരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ കത്തിന് മറുപടി നൽകാൻ രാജ്ഭവൻ. പരിപാടി തീരും മുൻപേ ഇറങ്ങിപ്പോയത് ഗവർണറോടുള്ള അവഹേളനമാണ്. ചടങ്ങ് ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ് എന്ന് രാജ്ഭവൻ വിലയിരുത്തി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനനുണ്ട്. പ്രജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ രാജ്ഭവനിൽ അന്ന് ശിവൻകുട്ടി കാണിച്ചത് കൃത്യമായ പ്രോട്ടോകോൾ ലംഘനമാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ. അത് നേരത്തെ ഗവർണർ നടത്തിയിട്ടുള്ള ഒരു കത്ത്, മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലടക്കം അത് വിശദമായി പറഞ്ഞിട്ടുമുണ്ട്. അതിൽ പക്ഷേ സംസ്ഥാന സർക്കാരും ശിവൻകുട്ടിയും ഒക്കെ തങ്ങളല്ല, രാജ്ഭവനാണ് പ്രോട്ടോകോൾ ലംഘിച്ചത്, ഗവർണറാണ് പ്രോട്ടോകോൾ ലംഘിച്ചത് തുടങ്ങിയിട്ടുള്ള ബാലിശമായ മറുപടികളുമായിട്ടാണ് പലപ്പോഴും രംഗത്ത് വന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സ്വാഭാവികമായ ഒരു VIP പ്രോട്ടോകോൾ അറിയാവുന്ന എല്ലാവർക്കും കൃത്യമായി, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കൃത്യമായി അറിയാവുന്നതാണ് ഒരു സർക്കാർ പരിപാടിയിൽ, ഗവർണറുടെ പരിപാടിയിൽ എങ്ങനെയാണ് പ്രോട്ടോക്കോളുകൾ പാലിക്കപ്പെടുക എന്നുള്ളത്. അതിൽ സ്വാഭാവികമായും ഗവർണർ വരുന്നതിന് മുൻപ് എല്ലാവരും വേദിയിലെത്തി ഇരിപ്പുറപ്പിക്കണം. ഗവർണർ ആ വേദിയിൽ നിന്ന് മടങ്ങിയതിന് ശേഷമേ പോകാവൂ, അല്ലെങ്കിൽ ഗവർണറുടെ പ്രത്യേക അനുവാദമൊക്കെ നേരത്തെ വാങ്ങിയത് രാജ്ഭവനെയൊക്കെ അറിയിച്ചതിന് ശേഷമേ അങ്ങനെ പോകാൻ കഴിയുകയുള്ളൂ. സാധാരണഗതിയിൽ പരിപാടി കഴിയുന്നവരെ എല്ലാവരും ഇരിക്കുകയാണ് പതിവ്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളതായത് ഗവർണർ എത്തി വേദിയിലിരുന്നതിന് ശേഷമാണ് മന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നത്. പിന്നീട് അവിടെ എഴുതി തയ്യാറാക്കിയ ഒരു പ്രതിഷേധ പ്രസംഗം വായിക്കുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വേദി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പൂർണ്ണമായും സാധാരണഗതിയിലുള്ള ഒരു VIP പ്രോട്ടോകോൾ, ഗവർണറുടെ പ്രോട്ടോകോളിന് വിരുദ്ധമായിട്ടാണ് മന്ത്രി പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള സാഹചര്യമാണ്. പിന്നീടാണ് മന്ത്രി തന്നെ പറയുന്നു ഗവർണറൊക്കെയാണ് പ്രോട്ടോകോൾ ലംഘിച്ചതെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയും അതിനെയൊക്കെ പിന്തുണയ്ക്കുന്നു. അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ വീണ്ടും എതിർക്കുക തന്നെയാണ് രാജ്ഭവൻ ചെയ്യാൻ പോകുന്നത്. ഗവർണർ വീണ്ടും ഇത് സംബന്ധിച്ചുള്ളൊരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകും എന്നുള്ളതാണ് നമുക്ക് രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വീണ്ടും ഈ കത്ത് കൃത്യമായി എന്തൊക്കെയാണ് പ്രോട്ടോകോളുകൾ, എങ്ങനെയാണ് മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചത്, അതോടൊപ്പം തന്നെ ഭാരതാംബയെ അവഹേളിച്ചതിലുള്ള ശക്തമായ പ്രതിഷേധം ഒരു തവണ കൂടി മുഖ്യമന്ത്രിയൊക്കെ രാജ്ഭവനിൽ നിന്നുള്ളൊരു കത്തിലൂടെ ഗവർണർ അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഗവർണർ ചില പ്രോഗ്രാമുകളാണ്, അദ്ദേഹം ആ പരിപാടി കഴിഞ്ഞ് തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ ഇത്തരത്തിലുള്ള കൃത്യമായ മറുപടി രാജ്ഭവൻ മുഖ്യമന്ത്രിക്ക് നൽകുന്നതായിരിക്കും. പ്രജിത്, മന്ത്രി വി ശിവൻകുട്ടിയെ ന്യായീകരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ കത്തിന് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് രാജ്ഭവൻ. കൃത്യമായ പ്രോട്ടോകോൾ ലംഘനം നടന്നു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ. പ്രജിത് മോഹനനാണ് വിശദാംശങ്ങൾ നൽകിയത്.